കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ചമ്പക്കാട്ടിൽ വിമലാണ് മരിച്ചത്. ഫയർലൈൻ തെളിയിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. പണിക്ക് ആൾക്കാരുമായിട്ട് പോയത് ആന അവിടെ നിന്ന് പിടിച്ച് ചവിട്ടി കൊന്നത്. പിന്നെ പുള്ളിക്ക് ഒന്നും വയ്യാതെ അങ്ങനെ പോയി. ഇല്ലെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്നാണ് ഞങ്ങൾ ഓർത്തത്. ചെറുതായിട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയിട്ടല്ലേ കാര്യം അറിയുന്നത്. നെഞ്ചത്തിട്ടൊന്ന് ചവിട്ടി കാലൊക്കെ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് മരിച്ചത്. ഞങ്ങൾ അങ്ങനെയൊന്നും ഓർത്തില്ല. ചെറുതായിട്ടൊന്ന് ഞങ്ങൾ ഓർത്തത്. പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോയി. വിവരങ്ങൾ ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ നൽകും. രാഹുൽ, അതിദാരുണമാണ്. ദിനം പ്രതി വന്യജീവി ആക്രമണങ്ങളുടെ വാർത്ത വരുന്നു. ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് എവിടെ വെച്ചാണ് ആക്രമണം ഉണ്ടായത്? വനത്തിനകത്താണോ അതോ വനമേഖലയോട് ചേർന്നാണോ? സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖലയായിരുന്നോ രാഹുൽ? ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ചാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാട്ടുതീ തടയുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഈ ഫയർ ലൈൻ തെളിക്കുക എന്ന് പറയുന്നത്. ഇത് ഈ വനത്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഈ കാട് വെട്ടിത്തെളിച്ച് അവിടെ തെളിച്ചിടും. പിന്നെ അങ്ങോട്ട് തീ പടർന്നു കയറില്ല. ആ ജോലിക്ക് വേണ്ടി പോയതാണ് ഈ വിമലൻ എന്ന് പറയുന്ന 57 വയസ്സുകാരൻ. 9 പേരടങ്ങുന്ന വനംവകുപ്പ് സംഘത്തോടൊപ്പമായിരുന്നു വിമലൻ പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പിന്നിലായാണ് വിമലൻ ഉണ്ടായിരുന്നത്. പിന്നിലൂടെ എത്തിയ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ആ ആളുകൾ തന്നെ ആന മാറിയതിനു ശേഷം വിമലിനെ മറയൂർ PHSയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. മാത്രമല്ല, ഈ വിമലന്റെ കുടുംബത്തിന് ധനസഹായം 10 ലക്ഷം കൊടുക്കാനുള്ള തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് വനംവകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ വിജയനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ എന്നുള്ളതാണ്. ആ കുടുംബത്തിൻ്റെ ദുഃഖവും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമാണ്. ഫയർലൈൻ തെളിയിക്കാനായി വനത്തിനുള്ളിൽ പോയപ്പോഴാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജീവൻ പൊലിഞ്ഞു പോയിരുന്നു.